ചക്കയുടെ ഒടുക്കത്തെ പ്രേമമാണ് ഗൈസ്. അതിന് വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. ഞാനൊരു കൊല്ലംകാരിയാണ്. ഞങ്ങളുടെയൊക്കെ പണ്ട് വീട്ടിൽ പ്ലാവൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ചക്കയൊന്നും മേടിക്കേണ്ട കാര്യം വന്നില്ല. ഞങ്ങളുടെ അവിടെ നിന്നല്ല, മിക്കയിടത്തും നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ചക്കയൊന്നും അത് ഇപ്പോഴാണ് എല്ലാവരും മേടിക്കുന്നത്. പണ്ടൊന്നും ചക്ക മേടിക്കേണ്ട അവസ്ഥയില്ല. എല്ലാവരുടെ വീട്ടിലും പ്ലാവൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് കഴിവതും നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാം ഉണ്ടാക്കി സെറ്റാക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പം മിക്കപ്പോഴും പുറത്തുനിന്ന് ആൾക്കാർ മേടിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യുന്നു. പ്രവാസം ആയതിനു ശേഷം ഇത് ഫ്രഷായിട്ട് തിന്നാനുള്ള യോഗം ഉണ്ടായിട്ടില്ല. നാട്ടിൽ പോകുമ്പോഴാണ് പിന്നെയും തിന്നുന്നത്. ചില സമയത്ത് പോയി കഴിഞ്ഞാൽ സീസൺ അല്ലാത്തതുകൊണ്ട് കിട്ടത്തുമില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ചക്ക വേവിച്ച് അതിൻ്റെ കൂടെ തേങ്ങ അരച്ച മീൻകറി. അതായിരുന്നു ഞങ്ങളുടെ അമ്മച്ചിയുടെ സ്പെഷ്യൽ. എന്തെങ്കിലും തേങ്ങ അരച്ച്, അത് മത്തിയായിരിക്കും അല്ലെങ്കിൽ ചൂരക്കറി ആയിരിക്കും. എൻ്റെ പൊന്നോ, ഇപ്പം തന്നെ എൻ്റെ വായിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. എനിക്ക് കപ്പയേക്കാളും കൂടുതൽ ഇഷ്ടം ചക്കയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ കെട്ടിയ നാട്ടിൽ നിന്ന് വരുന്നെന്ന് പറഞ്ഞപ്പോൾ സീസൺ ടൈമും കൂടെ ആയതുകൊണ്ട് ചക്ക ഉറപ്പായിട്ടും കൊണ്ടുവരണമെന്ന് പറഞ്ഞു. എന്തായാലും ചക്ക കിട്ടി ഗൈസ്. കൊണ്ടുവന്ന അന്നത്തെ ദിവസം തന്നെ ഞാൻ വേവിച്ചു. സംഭവം പൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. ചക്ക വേവിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് അമ്മച്ചി ഓർമ്മ വരും. കാരണം ഞങ്ങളുടെ അവിടുത്തെ ഭയങ്കര സ്പെഷ്യൽ സാധനമായിരുന്നു ചക്ക. അന്ന് അത് സ്പെഷ്യലായിട്ട് തോന്നിയിട്ടില്ല. കാരണം അന്നൊക്കെ പച്ചച്ചക്ക വാരി തിന്നുമെങ്കിലും വേവിച്ചത് കുറവായിരുന്നു തിന്നുന്നത്. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കിയത് അത് കിട്ടത്തില്ല എന്നൊക്കെ മനസ്സിലാവുമ്പോഴല്ലേ നമുക്ക് അതിൻ്റെ ടേസ്റ്റൊക്കെ കൂടുതൽ ഇതാവുന്നു. ഒത്തിരി ഒന്നും കെട്ടിയവന് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട്, എൻ്റെ കൊതി തീരാൻ വേണ്ടിയിട്ട് കുറച്ചേ കൊണ്ടുവന്നിട്ടുള്ളൂ. സംഭവം എന്താണെങ്കിലും ഞാൻ ആസ്വദിച്ച് കഴിച്ചു ഗൈസ്. എല്ലാം ഒരു ആഗ്രഹം തീർക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു ചക്ക വേവിച്ചത് ഇനിയിപ്പോൾ ഈ അടുത്ത കാലത്ത് ഒന്നും കഴിക്കാൻ പറ്റില്ല. ഞാൻ എന്തായാലും ആസ്വദിച്ചും ആഗ്രഹിച്ചും ഒക്കെ അങ്ങനെ ചക്കയും ബീഫും കഴിച്ചു. ബൈ ഗൈസ്.